ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം ഇന്ന് രാവിലത്തെ ചായൻ്റെ കടിക്ക് ദോശയും ചട്ടിനിയാണ് കേട്ടോ ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ ചായൻ്റെ വെള്ളം ഇവിടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് ചിരക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കാമെന്നൊക്കെ കരുതിയിരുന്നു. കറി ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ദോശ ഇങ്ങനെ ആക്കും പോലെ ചുട്ടെടുത്താൽ മതിയല്ലോ. എന്നാൽ പണിക്ക് പോകണവർക്കും മദ്രസക്ക് പോകണവർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആയതായത് അങ്ങനെ എടുത്തു കൊടുക്കുക. പിന്നെ നിങ്ങൾ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. അങ്ങനെ നമ്മൾ നാളികേരമൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്ത് എണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച നാളികേരവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ജാർക്ക് തന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അവിടെ ചുവട്ടിയെടുക്കത്ത് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതാ ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ചട്ടിയിൽ പറന്ന് കാണ്ട് ഞാൻ അത് അടച്ചൊക്കെ അടുപ്പ് പെട്ടെന്ന് കിട്ടണില്ല. അപ്പോൾ ഞാൻ ആ കറിച്ചട്ടിമൊന്ന് എടുത്ത് കണ്ട് അടച്ച് വെച്ച് കൊടുത്തു. കറിച്ചട്ടിമൊക്കെ വേറെ അടുപ്പും വെച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ദോപിക്കുന്ന പരീക്ഷയാണ്. ഒക്കെ നേരത്തെ പോകണം മദ്രസക്കാരൊക്കെ ആകുമ്പോൾ. അപ്പോൾ ഓളൊന്ന് വിളിച്ചാൻ വേണ്ടി പോയി. ഓളെ വിളിച്ചെടുത്തി വന്നപ്പോൾ എന്താ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സാരമില്ല, ഫസ്റ്റത്തെ അല്ലേ, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുത്ത് ഇപ്പോൾ ചായയൊക്കെ കുടിച്ച് കാണും. ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചക്കത്തുള്ള പരിപാടിയാണ് കേട്ടോ. ഉച്ചക്ക് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. ഇന്നിപ്പോൾ മക്കൾക്കൊക്കെ സ്കൂളിന് അവധിയുള്ള ദിവസമല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ചട്ടി അടുപ്പിലൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് കുറച്ച് ഓയിലും നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിഞ്ഞ് വെച്ച വല്ലുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുത്തുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കും. അങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊക്കെ വാടി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കും കേട്ടോ. ആ തക്കാളിയും കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചോറുക്കുള്ള ഉള്ളിയൊക്കെ അതിൻ്റെ മുന്നേ അവിടെ പൊരിച്ച് വെച്ചിരുന്നു കേട്ടോ. അതിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ നമ്മളെ തക്കാളിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടി ഇനിയിപ്പോൾ അതുക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളി വാട്ടിയപ്പം കുറച്ച് ഉപ്പ് ഇട്ടുക്കണമല്ലോ, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-4 സ്പൂൺ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ വാരിയിട്ട് കൊടുക്കും. എന്നാലും അത് കറക്റ്റ് അളവായി കിട്ടില്ലാണ് കേട്ടോ. ഒന്നും അങ്ങനെ ഏറിപ്പോകലൊന്നുമില്ല. പിന്നെ 4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിരിക്കണം. പിന്നെ 1 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഒന്നും അങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുക്കലൊന്നുമില്ല. ഇതിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിരിക്കണ്.
പിന്നെ അതാ കുരുമുളകും പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മുളകും പൊടി കുറച്ചാക്കി കുരുമുളക് ഇട്ടതുകൊണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മിക്സാക്കിയപ്പോഴാണ് ഓർമ്മ വന്നത് ബിരിയാണി മസാല ഇട്ടിട്ടില്ലല്ലോ എന്ന്. ബിരിയാണി മസാല ഇടാതെ എന്തൊരു ബിരിയാണിയാലേ. അപ്പോൾ അതും 2 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. അപ്പം ബിരിയാണി മസാലയൊക്കെ ഞാൻ അങ്ങനെ ഒന്നായിട്ട് പൊടിച്ച് വെക്കലാണ് കേട്ടോ. കുറച്ചധികം തന്നെ എപ്പോഴും പൊടിച്ചെടുക്കണ്ടല്ലോ. നമുക്ക് ബിരിയാണി വെക്കണം തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് വെക്കണം തോന്നുമ്പോഴൊക്കെ അങ്ങനെ ആക്കിയാൽ നല്ല സിമ്പിളാണ്. അങ്ങനെ അതാ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ കഴുകിയെടുത്ത ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ റൂബിക്കുട്ടി കുളിച്ചിട്ട് എണ്ണ എടുത്തെന്നാണ് ഞാൻ കണ്ട് എണ്ണ ചോദിച്ചതാണ്. അപ്പോൾ എടുത്തു കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഓളോട് അറിയാം ഇവിടുന്ന് തേക്കല്ലേ കുറച്ച് അങ്ങോട്ട് വിട്ടുപോയി അധികമൊക്കെ എന്നെ മൂടി ചാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ എണ്ണ കച്ചി പിടിച്ചാണ് അങ്ങോട്ട് വിട്ടുപോയതാട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി പുളീൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിക്കൊണ്ട് അവിടെ അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മസാല ബിരിയാണി ചെമ്പൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചോറ് വെക്കാൻ ഞാൻ ഇന്ന് തിളപ്പിച്ച് ഊറ്റിക്കാണ്ടല്ല കേട്ടോ ചോറ് വെക്കുന്നത്. നെയ്ച്ചോറാക്കി വറ്റിച്ച് കാണ്ടൊന്ന് വെച്ച് നോക്കട്ടെ എന്ന് കരുതി. രണ്ടിൻ്റെയും ടേസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് കൊടുത്ത് കാണ്ട് സൺഫ്ലവർ ഓയിലാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതായിക്കുള്ള ഗ്രാമ്പു കറാവട്ട ഏലക്ക അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരി വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് അവിടെ അടച്ച് വെച്ചുകൊണ്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകിയെടുത്ത അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് അവിടെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതായി നമ്മളെ ചോറൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ മുകൾക്ക് ഇട്ട് കൊടുത്താൽ മതി. ചിക്കനൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനെന്താ ഞാൻ ചോറക്കഞ്ഞ് അതിൻ്റെ മുകൾക്ക് ഇട്ട് കൊടുത്തുകൊണ്ടൊന്ന് ദമ്മിട്ടെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് ചോറ് അതിൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും അണ്ടിയും മുന്തിരിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 ലെയറാക്കി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ചോറും ഒക്കെ ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഉള്ളി പൊരിച്ച ഓയിലില്ലേ അതാണ് അതിൻ്റെ മുകൾക്ക് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. എന്നിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കണ്ട് അവിടെ ദമ്മിട്ടെടുത്തേക്കണ്. എന്നിട്ട് അടിച്ചൊരി തുറക്കാൻ വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണിത്. ഞാനൊന്നും വീഡിയോ എടുത്തതാണ്.
സ്കൂളിന് അവധി ഉണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആകെ അങ്ങനെ പെരറ്റും കൊണ്ട് കൂട്ടോ. നമ്മൾ എത്ര അടിച്ചേരി തുടച്ചിട്ടിട്ടൊന്നും കാര്യമില്ല. ഓല് ഇവിടെ സ്കൂളിന് ലീവായി നിൽക്കുമ്പോൾ അടിച്ചേരി തുടക്കാതൊക്കെ നല്ലത്. നമുക്ക് വെറുതെ അതൊരു പണിയെന്നല്ലാതെ. അപ്പോൾ ഞാൻ ഓലെ കൊണ്ട് ഒക്കെ പൊറുക്കിക്ക് ഞാൻ സീറ്റൗട്ട് അടിച്ച് വരുമ്പോഴത്തേനൊക്കെ അത് പൊറുക്കി മാറ്റി വയ്ക്കുക എന്നപ്പോൾ ഒക്കെ എടുത്തേക്കാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഞാൻ അടിച്ചൊരു കഞ്ഞി തുടക്കാൻ വന്നപ്പോൾ ഇങ്ങനെ പിന്നെയും ഓലാടാ പണിയെടുത്തിട്ട് മനസ്സിന് പിരാന്ത് കടിച്ചല്ലാതെ എത്താ. സ്കൂളില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെയാണ് ഇറ്റ് ആകെ പെരത്തിങ്ങോട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ തുടക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതാ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇപ്പോൾ അതാ മക്കൾക്കൊക്കെ ചോറ് വിളമ്പാണ് കേട്ടോ. എന്നിപ്പോൾ നല്ല ഹാപ്പിയിലാണൊക്കെ ബിരിയാണി ആയതുകൊണ്ട്. അങ്ങനെ അതാ മക്കളൊക്കെ ചോറ് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.